അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നോമ്പ് തുടങ്ങിയിരിക്കണേ. അപ്പോൾ നോമ്പ് വ്ളോഗാണ് ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇൻഷാ അള്ളാ നോമ്പ് വ്ളോഗ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നോമ്പ് വ്ളോഗ് ഉണ്ടാവും. എന്താ പൊലിച്ച മുതൽ എടുക്കണം വിചാരിച്ചാൽ, പക്ഷെ എന്താ വെച്ചാൽ ഉമ്മച്ചിനെ പൊലിച്ചൊക്കെ വിളിച്ചില്ല. ഞാൻ ഇന്നലെ രാത്രി വരെ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് നോമ്പ് എടുക്കണ്ടായിരുന്നു. ഞാൻ ആരാ മോന്, ഞാൻ രാത്രി എന്താക്കിക്കണേ നോമ്പ് നീയത്തും വെച്ചാണ്ട് കിടന്നേ. വിളിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് എടുക്കാമല്ലോ. എനിക്ക് ഉറപ്പൊന്നും ഉമ്മച്ചി വിളിക്കൂല, ഉമ്മച്ചി വിളിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നീയത്തും വെച്ച് നോമ്പ് എടുത്തേക്കണേ. ഇപ്പോൾ പള്ളിക്ക് നടന്നുകൊണ്ട് നിൽക്കുക. അപ്പോൾ പെരും വെയിൽ. എനിക്കാണെങ്കിൽ എൻ്റെ ഇവിടെ കണ്ട ഒരു പാട്. ഇതെന്താ വെച്ചാൽ ഇവിടെ ഉണ്ട്, എന്താ ഇവിടെ ഉണ്ട്. ഇതൊക്കെ തണുപ്പ്. നമ്മളിവിടെ രാത്രി ആയാൽ പെരും തണുപ്പാണ്. എനിക്ക് തണുപ്പ് പറ്റണില്ല പറഞ്ഞാൽ തണുപ്പ് പറ്റില്ല. വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാ കയ്യുമ്മ കണ്ടോ, ഇതെനിക്ക് ചൂടും പറ്റണില്ല, എനിക്കൊന്നും പറ്റണില്ല. ആശുപത്രിയിൽ പഠിച്ചോന്ന് സഹായിച്ചിട്ട് എനിക്ക് ഇത്രയും കുറേ കാര്യങ്ങൾ ഞാൻ പറയില്ല. അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോണു. ഇതിനും അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് ഫുള്ള് സീനാണ്. എനിക്ക് ഊരവേദന, പള്ളവേദന, ഇപ്പോൾ ഇതാക്കണേ കാല് രണ്ടും വലിയ, അങ്ങനത്തെ കുറച്ച് വേദനകളൊക്കെ പഠിച്ചോന്ന് തന്നിക്കണേ. കുഴപ്പമില്ല. പക്ഷേ പഠിച്ചോൻ പറഞ്ഞിക്കണല്ലോ, രോഗം കൊണ്ട് പരീക്ഷിക്കണ ഒരു സ്വർഗത്തിലാണല്ലേ. അപ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. അപ്പോൾ എനിക്ക് ടെൻഷനില്ല എന്തായാലും. ഞാൻ ഇപ്പോൾ പോണ പള്ളിക്ക് നടന്നുകൊണ്ട് ഈ പെരും വെയിലത്ത് നടന്നാൽ കൂലി കിട്ടുന്നാണല്ലോ ആൾക്കാർ. പള്ളിക്ക് എത്രയാണോ നടക്കണത്, പള്ളിക്ക് നീയത്തും വെച്ച് എത്രയാണോ നടക്കണതിനൊക്കെ കൂലി കിട്ടുന്ന പടച്ചോൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നടക്കാൻ വിചാരിച്ച്. പിന്നെ അതേമാതിരിക്ക് എന്താ പറയുക വെച്ചാൽ, എൻ്റെ ഒരു കേസിൽ ഞാൻ 2002 ജനിച്ച. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2002 ജനിക്കണ്ടല്ല. ഒരു 9 ദിവസം 10 ദിവസം വ്യത്യാസത്തിലാണ് ഞാൻ 2002 പോയത്. അത് എന്താ വെച്ചാൽ, ഇപ്പോൾ എങ്ങനെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ 2002 സ്റ്റോക്കിൽ 2002 പടച്ചു ഇത്ര ആൾക്കാർ ഇതാക്കുമല്ലോ, അത്രയും ആൾക്കാർ ഉണ്ടാക്കി വെക്കുമല്ലോ പടച്ചോന്. അങ്ങനെ 2002 ആൾക്കാർ കുറേ ഉണ്ടാക്കി വെച്ച്. അപ്പോഴാണ് സ്റ്റോക്ക് കഴിഞ്ഞ്. 2002 ആൾക്കാർ സ്റ്റോക്ക് അങ്ങോട്ട് കഴിഞ്ഞ്. കാരണം അപ്പോഴത്തേന് എൻ്റെ അമ്മച്ചാണെങ്കിൽ പ്രസവിക്കാനുമായി. അപ്പോൾ എന്താക്കി വെച്ചാൽ ഈ 2003 പണി ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലേ, ആ ഓല കണ്ട് എടുക്കും. 2003 പണി ചെയ്യാത്ത ആൾക്കാരെടുത്തിട്ട് തട്ടിക്കൂട്ടി കണ്ട് വിടൂലേ, അങ്ങനെ വിട്ടതാണ്. അപ്പോൾ 2003 അല്ല 2002 അല്ല, അതിൻ്റെ ഇടയിൽപ്പെട്ട് വലിപ്പമില്ല ഒന്ന് അടച്ചവൻ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷെ വലിപ്പമല്ല, 2002 പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെറിയ ചക്കനാണ്, വലിപ്പമല്ല, അങ്ങനെ ഒരു ഒന്നുമില്ല. അസുഖങ്ങളാണെങ്കിൽ അതുകൊണ്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ല, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വിട്ടതിലാണ് എനിക്ക് സങ്കടം. എന്നാൽ കുറച്ച് മെനേനെ കുറച്ച് ഐറ്റം വെയിറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തേന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ ഉമ്മച്ചിക്ക് ആയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആയിട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ ഉപ്പച്ചിൻ്റെ ബാക്കിയുള്ളവർക്കാണെങ്കിലും അമ്മായിമാർക്കൊന്നും ആയിട്ടില്ല. പിന്നെ കുടുംബമായിട്ട് കുറേ കിട്ടിയിക്കണ്. മൂത്രത്ത് കല്ല് ഇപ്പച്ചിക്ക് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു ഗ്രൗണ്ട് ഉണ്ട് നെറ്റിമേ. ഇതൊക്കെ കുടുംബമായിട്ട് കിട്ടണതാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. അതാ എൻ്റെ ഒരു പ്രശ്നം. നിർത്തൂല, വർത്തമാനം പറഞ്ഞ് നിർത്തൂല, അങ്ങനെ പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, കുറച്ച് നേരം പള്ളിയിൽ തന്നെ കിടക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൈയടഞ്ഞ് ഫോണിങ്ങനെ പിടിച്ചിട്ട് കൈയടഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പുരയിൽ നോമ്പ് തുറക്കണോ പള്ളിയിൽ പോയി നോമ്പ് തുറക്കണോ എന്നുള്ളൊരിതിലാണ് നോക്കിയിട്ട്. ചെക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കും, അല്ലെങ്കിൽ പുരയിൽ നിന്ന് നോമ്പ് തുറക്കുക. എനിക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ നട്ട് വെയിലത്തെ നടക്കണേ. വണ്ടി എടുത്തന്നാൽ മതി, വണ്ടി എടുത്ത് തന്നാൽ കൂലി കിട്ടൂലല്ലോ വിചാരിച്ചിട്ടാണ് നടക്കണേൻ്റെയൊക്കെ കൂലി പടച്ചോൻ തന്നാൽ മതിയെന്നു. പടച്ചോൻ തരട്ടെ അല്ലാ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ശരി. എങ്ങനെ നോക്കിയിട്ടും ടൈം അങ്ങോട്ട് തീരുന്നില്ല. ഉച്ച വരെ കിടന്നുറങ്ങി. ഉച്ച കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. എന്നിട്ടും ടൈം ഉണ്ടാവണില്ല. പൊളിച്ചൊക്കെ എണീക്കായിട്ട് തോന്നണേ ക്ഷീണം, കണ്ണൊക്കെ ഇതാവുണ്ട്. എന്താ പറയുക, ആൾക്കാരെ കാണും പറ്റി എന്ത് മണ്ടനാ. എന്നാൽ ശരി, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ
പൊളിച്ചൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ മീൻസ് ഫുള്ള് ഇരുട്ടായിപ്പോയി. എന്തായാലും ഇത് കണ്ടു പരിചയമുള്ളൊരു വണ്ടി. അപ്പോൾ വിചാരിച്ച് എന്താക്കാന്ന്, വണ്ടിക്ക് എന്തായാലും ബ്രേക്കില്ല, ബ്രേക്ക് പോയി വെക്കുകയും ചെയ്യാം, അസറസ് വെക്കുകയും ചെയ്യാം. അങ്ങനെ ടൈം ആളിയാ വിചാരിച്ചു. അപ്പോൾ അത് പോയിട്ട് വെച്ചിട്ടാണ് ബ്രേക്കൊക്കെ പോയി ബ്രേക്ക് വെച്ച്. ഹെഡ്ലൈറ്റില്ല, ഹെഡ്ലൈറ്റ് വെക്കാനൊക്കെ എൻ്റെ മോനെ വർക്ക്ഷോപ്പുകാർക്കൊക്കെ എന്ത് ചാടാറി. ഞാൻ എത്ര വർക്ക്ഷോപ്പുകൾ കയറി ഇറങ്ങി ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ വെച്ചെന്നില്ല, കണ്ണ് കണ്ടാണ്ട് പോവല്ലേ. അല്ല അപ്പം എന്താ ചെയ്യുക, നാളെ പോയിട്ട് വണ്ടി അവിടെ വെച്ചു കൊടുത്താലും ഒരു റൈ തരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അസർ കള്ളാക്കണ്ട, വന്ന് അസറസ്കരിക്കുക വിചാരിച്ചു. നമ്മൾ പള്ളിയിലെത്തി. അപ്പോൾ ഇനി അസറസ്കരിക്കുക, വീട്ടിൽ പോകുക. സമയമായി, ഇനി 6 മണിയായി. ഇനി അരമണിക്കൂറും കൂടിയല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് കഴിയും. അസറസ്കരിക്കുക, വീട്ടിൽ പോവുക, അമ്മച്ചിൻ്റെ കൂടെ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേന് ടൈമാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിസ്കരിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി നിസ്കരിക്കുക, 5 വക്ത് നിസ്കരിക്കുക, റമദാൻ മാസമെങ്കിലും നന്നാവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. മരിച്ചുകൊണ്ടാണ് എല്ലാവരും. അപ്പോൾ നന്നാവുള്ളവരൊക്കെ നന്നായിക്കോളി വേഗം. പടച്ചോൻ എല്ലാവരും നന്നാക്കട്ടെ. ശരി, നമ്മളത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് വന്ന് അടുക്കളയിലെത്തിക്കണ് സാധനം ഉണ്ടാക്കണമൊക്കെ. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടേ ഇതൊക്കെയാണ് അവസ്ഥ. ഇതെന്താണ് പത്തിരിയാ? പിന്നെ ഇതെന്താ നിങ്ങൾ കാണൂല്ലോ എൻ്റെ അമ്മ, നിങ്ങൾ കാലിൽ നിങ്ങൾ എന്താണ് പട്ടിയൊട്ട കലന്മാർക്ക് വിട്ടേക്കണേ. ആ ഇന്നെന്താണ് വീഡിയോ നിൽക്കില്ലമ്മ. എന്താ സപ്പോർട്ടില്ല, വീട്ടിൽ സപ്പോർട്ടില്ല, പിന്നെങ്ങനെയാണ്? ഓ ജോട്ടി സബ്സ്ക്രൈബർ ആണോ? ഇന്ന് കാണണ്ട സബ്സ്ക്രൈബേഴ്സ്, അയൽവാസി മൊത്തം സബ്സ്ക്രൈബേഴ്സായി. എന്താ ചെയ്യാ? പിന്നെ പാല്, പിന്നെ ജ്യൂസ് മുഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞ പാല് കട്ടപ്പാലാണ്. ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതാക്കി തരാം. അപ്പോൾ അതിന് വർഷക്കാൻ തരാം. നനച്ചുളി വ്ളോഗ് എടുക്കണ വെച്ചാൽ അപ്പോഴാണ് പുറ മൊത്തം പെയിൻ്റ് അടിച്ചിട്ടേ എന്താക്കി വെച്ചേക്കണേ, എല്ലാ സാധനവും പുറത്തിട്ട് വെച്ചേക്കണേ. ഒന്ന് നടക്കാൻ സ്ഥലമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വ്ളോഗും കൂടി എടുത്തിട്ട് ഇമ്മച്ചിന്നുണ്ടല്ലോ അരിയും, അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തില്ല. പക്ഷെ നനച്ചുളി ആയിരിക്കണേ, നനച്ചുളി അതിന് മുറ്റ റെഡിയാക്കിക്കണേ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കാണുന്നതിനുള്ള പ്രതീക്ഷ ഞാൻ വത്തക്ക മുഹബത്ത് കാ സർബത്ത് അത് ഞാൻ തന്നെ ഉണ്ടാക്കണം. എന്താ ചെയ്യാണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകണം, ഞാൻ തന്നെ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കും, നിങ്ങൾക്ക് പേടില്ലല്ലോ ഏത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടോ? ഹൈറ്റ് ഇല്ല, പക്ഷെ ഇത് സാധനം താഴെ ഉള്ളത്, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് കാണാൻ മനസ്സിലാം കേട്ടോ. ഓ ഹലോ ഹലോ ഓമ്പറത്ത് തലക്കുടിച്ചിക്കണ, അതാണ് പൊളിച്ചൊക്കെ എണീച്ചിട്ടില്ലേ, തലക്കുടിച്ചിക്കണ്. അപ്പം എന്തായാലും സർബത്തുണ്ടാക്കിയിട്ട് കാണാം. ഞാൻ വന്നപ്പോൾ തന്നെ തറാവി പകുതി തീയിന്. അപ്പോൾ ബാക്കി ഒറ്റക്ക് സ്കരിച്ചിട്ട് ഉസ്താദിൻ്റെ കൂടെ പിടിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ നോക്കുമ്പോൾ റൂണിയൊക്കെ ഉണ്ട് പള്ളിയിൽ. മറ്റേ ഏതോ സിനിമയല്ലേ മുസ്ലിയാർ പറഞ്ഞു കാണാത്ത ഒരാൾ പള്ളി കണ്ട് പറഞ്ഞൊരു ഡയലോഗല്ലേ അത്. ഞാൻ നോക്കുമ്പോൾ റൂണിയൊക്കെ ഉണ്ട് നിസ്കരിക്കണ അവിടെ. എന്തായാലും ഉസ്താദിൻ്റെ കൂടെ പിടിക്കട്ടെ, എന്നിട്ട് താഴെ പോയിട്ട് നിസ്കരിക്കണം. പള്ളി കാണാത്ത മനുഷ്യരാണ് പള്ളിയിൽ. പള്ളിയിലെന്താ മുന്തിരി ജ്യൂസ് ഉണ്ട് ഇറങ്ങ വന്നതാ.
തൊള്ളയില് വെള്ളം സീന ചമ്മന്തി കേട്ടോ. ഇത് നല്ല രസണ്ടാ, മുളക് നല്ല രസമുണ്ട് അല്ലേ? നല്ല എരിവുണ്ട്. ആ ചമ്മന്തി നല്ല രസമുണ്ട്. ഇതെന്ത് പ്രശ്നം എന്നറിയോ? ഇത് വയറിളകും. അതിൽ കുറച്ച് മുളകാക്കി. ആ മുളക് ഇതിൽ ഇല്ല എടുത്തോ. നാളെ ഇവിടെ തിരക്കാണെങ്കിൽ ഇന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ? ഉള്ള ഞാൻ പറയാം. തിരക്കാണെങ്കിൽ ഇന്നെ പറഞ്ഞ കാര്യല്ല. എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ കഴിഞ്ഞിരിക്കണ ഇനി മേപ്പാടിയും കൂടി ഒന്ന് പോയാക്കട്ടെ. മേപ്പാടി എന്താ സ്ഥിതി? മേപ്പാടി എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും ചെക്കന്മാര് ചെയ്യലുള്ളേ. അപ്പൊ അതൊന്ന് പോയാക്കണം. ഇത് നമ്മളൊക്കെ തന്നെ ഫിനാസ് തന്നെയാണ് ചെയ്യണേ. നിങ്ങള് പിന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവൻ്റെ വ്ളോഗ് ഇട്ടാണ്, വീഡിയോ ഇട്ടതാണ്. ചെക്കൻ വ്ളോഗൊക്കെ എടുത്തിട്ടേ നാളെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞേ. എനിക്കറിയില്ലല്ലോ, 4 ആൾക്കാരെ കാണുള്ളൂ. കുലിക്കളൊക്കെ സീന് കുലിക്കല്. അപ്പൊ മേപ്പാടി എത്തി കാണാം. അപ്പൊ റബ്ബേ ഒറ്റ റോഗണി വണ്ടിയിൽ വെയിറ്റും ഇല്ല. ഇതാണ് ഈ കണ്ണു കടിച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് പകുതിക്കെന്നാണ് നമ്മൾ വ്ളോഗ് എടുത്തത്. ഇത് യാതൊരു പ്ലാനും ഇല്ലാത്ത വ്ളോഗാണ്. നോമ്പിനെ വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു തുടങ്ങിയിരിക്കണം. കാരണം വെറുതെ ഇരിക്കുന്നു വീട്ടിൽ. ആശുപത്രിയിൽ പോയി വന്ന് കിടന്ന് ക്ഷീണം വന്ന് കിടന്ന് അത് കഴിഞ്ഞ് എണീച്ചപ്പോൾ പിന്നെ ഒരു പണിയുമില്ല വീട്ടിൽ. അപ്പോൾ എന്താക്കി വെച്ചാൽ വീഡിയോ എടുക്കുക വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. നാളെയും എടുക്കുക. ഇത് പറ്റണ വരെ അങ്ങനെ നമ്മളെടുത്ത് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറയാൻ. അപ്പോൾ ശരി, നാളെ കാണാം. ഇൻഷാ അല്ലാഹ് നാളെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.